വെൽക്കം ടു ഓൾ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓൺട്രപ്രണർഷിപ്പ് അതെങ്ങനെയാണ് ഒരു ഓൺട്രപ്രണറിൻ്റെ ആ ഒരു എവല്യൂഷൻ നമ്മൾ കണ്ടിരുന്നു. ദെൻ ഹൂ ഈസ് എ ഓൺട്രപ്രണർ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് മീനിങ് ഓഫ് ദി ഓൺട്രപ്രണർ അല്ലേ. അപ്പോൾ എന്തായിരുന്നു ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ he is a one who brings together the factors of the production and combines them into the product അല്ലേ. ആളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കിൽ ഐഡിയാസ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു പുതിയൊരു വെഞ്ചർ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഓൺട്രപ്രണറിനെ വെഞ്ചർപ്രണർ എന്ന് പറയാൻ പറ്റും. കാരണം ആളുടെ സ്വന്തം റിസ്കിൽ അല്ലെങ്കിൽ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ മേലാണ് ആളെന്ത് ചെയ്യുന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ദ വെഞ്ചർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺട്രപ്രണർ നമുക്ക് വെഞ്ചർപ്രണർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ആക്ച്വലി ആൾ ചെയ്യുന്നത്? ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിൻ്റെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് ഒരു ഐഡിയ ഇതെല്ലാം അവരെന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് ലെവലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആളെ നമുക്കൊരു ഓൺട്രപ്രണർ എന്ന് പറയാനായിട്ട് പറ്റുക. നെക്സ്റ്റ് ഡിസ്കസ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓൺട്രപ്രണർ. ദ ഫസ്റ്റ് വൺ, ഹീ ബ്രിങ്സ് ചേഞ്ചസ് അല്ലേ. ആളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഐഡിയനെ അതിനെ ആളുടെ സ്വന്തം റിസ്കോട് കൂടി, കാരണം നമുക്ക് ദർ ഇസ് റിക്വയർസ് ലോട്ട് ഓഫ് ദി ചാലഞ്ചസ് അല്ലേ. കാരണം നമുക്ക് പെട്ടെന്നൊരു ഓൺട്രപ്രണർ ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു ചിന്ത വന്നു, നമുക്കൊന്ന് ബിസിനസ് തുടങ്ങണം. അത് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ആ ഒരു മൈൻഡിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ റിസ്കിൽ നിന്നും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിലേക്കാണ് ഒരു ഓൺട്രപ്രണർ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഓൺട്രപ്രണർ ഇംപ്രൂവ്സ് ദ ടെക്നോളജി, പ്രൊഡക്ട്സ് ആൻഡ് സൊസൈറ്റി അല്ലേ. കാരണം ഇപ്പോൾ ഓരോ ബിസിനസ്സും വരുമ്പോഴും ഓരോ ചേഞ്ചസ് ആണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് കൂടുതൽ ട്രഡീഷണൽ ഫുഡിനൊക്കെ ആയിരുന്നു. ഓരോ വ്യക്തികളും അവരുടെ ഇന്നോവേറ്റീവ് ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ഫുഡിലേക്ക് ഓരോരുത്തർ വന്നു തുടങ്ങി അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്, പേഴ്സണൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി കൊണ്ടുവരുന്ന ബിസിനസ് ആയിരിക്കാം അത് എൻറ്റയർലി അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഇംപ്രൂവ്സ് ടെക്നോളജി, ആളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും അവർ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൽ മിഷനറി ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പാക്കിംഗ് ആയിരിക്കാം, ഏത് ലെവലായിക്കോട്ടെ അതിൻ്റെ ഒരു പുതിയൊരു മീനിങ് ആയിരിക്കും ഒരു ഓൺട്രപ്രണർ ആ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ഈസ് ഹീ ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ് അല്ലേ. ആളുടെ ഒരു മാക്സിമം എഫോർട്ടാണ് ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണറായിട്ട് മാറാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് റിക്വയർസ് ഹൈലി മോട്ടിവേറ്റഡ്. കാരണം ആൾ സ്വയമാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, അത് നല്ല സൊസൈറ്റിക്ക് നന്നായിരിക്കും എന്ന് ആൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോഴാണ് ആൾക്കാർ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറായിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ്സ് റിക്വയർഡ് ആക്ഷൻ, ഹൈലി ആക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് ഹൈലി മോട്ടിവേറ്റഡ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലേ. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കും ആൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. എന്തായിരിക്കും, ക്രിയേറ്റീവ് ഓറിയൻറ്റഡ് ആയിരിക്കും ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ റിസൾട്ട് ഓറിയൻറ്റഡ്. കാരണം ആ ഒരു ക്ലിക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഐഡിയ നല്ല രീതിയിൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്ക് നല്ല ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് മീൻസ് നല്ലൊരു ഗോളിലേക്ക് എത്താനായിട്ട് പറ്റും. അതായത് എന്താണ്, ആൾക്ക് മാക്സിമം പേഴ്സണൽ ഗെയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഹി ഹാസ് ദ റെസ്പോൺസിബിലിറ്റീസ്. കാരണം ആ ഒരു വ്യക്തിയായിരിക്കാം, കാരണം ഹീ ഈസ് എ ഓണർ, അതുപോലെ തന്നെ ആൾ തന്നെയായിരിക്കും ചിലപ്പോൾ വർക്കർ. എല്ലാ ലെവലിലും ആ വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം ആ ബിസിനസ് ഇനീഷ്യേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഫർദർ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ അണ്ടർടേക്കിങ്സ് ചെയ്യുമ്പോഴാണ് ആൾക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഹി ഹാസ് അപ് ടു റെസ്പോൺസിബിലിറ്റീസ്. ദ നെക്സ്റ്റ് പോയിന്റ്, ദ ഓൺട്രപ്രണർ ഫൈൻഡ്സ് ദ റിസോഴ്സ് റിക്വയർഡ് ടു എക്സ്പ്ലോയിറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. നമുക്ക് ഏതായിരിക്കും, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളൊരു ബിസിനസ് ആയിരിക്കാം, അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഓരോ
ഇപ്പോൾ സെയിം നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്, അപ്പോൾ സെയിം എന്താ പറയുക റെസിപ്പി തന്നെയാണ്. അതായത് ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി, ഏത് വെറൈറ്റി ബിരിയാണി ആയിക്കോട്ടെ, അതിൽ ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ ടേസ്റ്റാണ്. എല്ലാം ബിരിയാണിക്കും ഒരേ ടേസ്റ്റാണ് അല്ല, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഡിഫറൻസ് എന്താണ്, നമുക്കത് ഹൈലി നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കും നമ്മൾ തന്നെ അല്ല, ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ളൊരു ടെക്നിക്ക് കൂടിയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യുന്നത്. അവരെന്താണ് എന്തെങ്കിലും റിസോഴ്സ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ല, ചിലപ്പോൾ ആ റെസിപ്പി ഹൈഡൻ ആയിരിക്കും, കാരണം നമുക്ക് ആർക്കും അറിയില്ല, അതൊരു സീക്രട്ട് ആക്കിയിട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു ഫോർമുല ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ഓൺട്രപ്രണർ അവരുടെ ബിസിനസ്സിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതിൽ നല്ല ഒപ്റ്റിമം ലെവലിൽ അവർ റിസോഴ്സിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനാണ്? ടു എക്സ്പ്ലോയിറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ്. കാരണം ദർ ഇസ് എ ലോട്ട് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ വേൾഡ് ലെവൽ അല്ലെങ്കിൽ കേരള എവിടെ വേണമെങ്കിലും നമുക്ക് എന്താണ് നല്ല ഓപ്പർച്യൂണിറ്റീസാണ് ബിസിനസ് ഏരിയയിൽ. അതിനെ നമുക്ക് നല്ല രീതിയിൽ അത് ക്ലിക്ക് ആവണമെങ്കിൽ അല്ലെങ്കിൽ നല്ല കസ്റ്റമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കണം നമ്മൾ അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ഒരു ഓൺട്രപ്രണർ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഓക്കെ, ചിലപ്പോൾ നമുക്ക് ആർക്കും അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അതിനവരെന്താക്കി മാറ്റും, ചിലപ്പോൾ ബിസിനസ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ഓൺട്രപ്രണർ ഹാസ് എ ഹൈ റിസ്ക്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ഓൺട്രപ്രണർഷിപ്പിൽ എന്താണ് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇറ്റ്സ് റിക്വയർ ഹൈ റിസ്ക്. കാരണം ആ വ്യക്തിയുടെ ഫുൾ എഫേർട്ട്, എനർജി, ദെൻ ഡെഡിക്കേഷൻസ്, ടൈം, ഇതെല്ലാം എന്താണ് ഡെഡിക്കേറ്റ് ചെയ്യാണ്, അതായത് ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്. സോ ഹി ഹാസ് റിക്വയർഡ് ഹൈ റിസ്ക്. നെക്സ്റ്റ്, ദ ഓൺട്രപ്രണർ ക്രിയേറ്റ് ക്യാപിറ്റൽ. ശരിയല്ല, കാരണം നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ആരോ ഒന്നും തന്നെയില്ല, ആ വ്യക്തി ഒറ്റയ്ക്ക് തന്നെയാണ് ആ ക്യാപിറ്റൽ, ആ ഒരു ബിസിനസ്സിന് ലീഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് എമൗണ്ട് നമുക്ക് സബ്സിഡീസ് ആയിട്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകൾ നമുക്ക് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ പറയും എന്താണ്, ഒരു ഓൺട്രപ്രണറാണ് ആൾക്ക് ആ ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. And the last one, the entrepreneur undertakes a venture not for the personal gains alone, for the consumers, government and the society. അല്ലേ, ആ ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുമ്പോൾ ആൾക്ക് മാത്രമാണ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക അല്ല, കസ്റ്റമേഴ്സിന് നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ആൻഡ് സൊസൈറ്റി, ഗവൺമെൻറ്റും എന്താണ് അവരുടെ ഒരു ഇൻകം കൂട്ടാനായിട്ടും, സൊസൈറ്റിക്ക് എങ്ങനെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പിന്നെ ദെൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു, പിന്നെ ഇപ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബെനിഫിറ്റ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ ഓൺട്രപ്രണറായി വരുമ്പോൾ തന്നെ അത് ചെറിയ രീതിയിലും അത് നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഇതിനൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓൺട്രപ്രണർ. ഈ പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സോ ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ഹൂ ഈസ് എ ഓൺട്രപ്രണർ ആൻഡ് നെക്സ്റ്റ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓൺട്രപ്രണർ.